കണ്ണൂർ പഴയങ്ങാടിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് MDMA പിടികൂടി. കാറിലുണ്ടായിരുന്ന തബ്സീർ മുഹമ്മദ് മുഹസിൻ എന്നിവർ പിടിയിലായി. കാറിന്റെ എയർ ബാഗ് നീക്കം ചെയ്താണ് ഇവർ MDMA ഒളിപ്പിച്ചിരുന്നത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ ചെയ്തു. അജീഷ്, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? എന്തിനു കൊണ്ടുവന്ന MDMA ആണ് ഈ പറയുന്ന പോലെ വിൽപ്പന കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി തന്നെ എത്തിച്ചതാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? സുഹൈൽ, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ 6:15 ഈ അപകടം നടക്കും. ഇന്നലെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF പ്രവർത്തകരുടെ ഒരു ആഹ്ലാദ പ്രകടനം പഴയങ്ങാടി ടൗണിൽ ഉണ്ടായിരുന്നു. ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി അവിടെ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ആഹ്ലാദ പ്രകടനം കടന്നു പോയ സമയത്താണ് അവിടെ അപകടം നടക്കുന്നത്. ഈ കാറ് ഈ ബൈക്കിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ആ പോലീസ് പെട്ടെന്ന് തന്നെ അതിനടുത്തേക്ക് പോലീസും നാട്ടുകാരും ഒക്കെ ഓടിയെത്തി. ഇപ്പൊ ഈ ഇടിച്ച കാറിനകത്തുണ്ടായിരുന്ന തബ്സീർ, ഒപ്പം തന്നെ മുഹമ്മദ് മുഹസിൻ, ഇവർ രണ്ടുപേരോടും പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഇരുവരും പരുങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഇവരെ പേരും മറ്റു വിവരങ്ങളൊന്നും ചോദിച്ചപ്പോഴൊന്നും ആദ്യം കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നീട് അവരുടെ ദേഹത്ത് എന്തോ പോക്കറ്റിൽ എന്തോ ഒളിപ്പിക്കുന്നതായിട്ട് തോന്നി. അത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഒപ്പം തന്നെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും 2 ഗ്രാം MDMA ആദ്യം പിടികൂടിയത്. തുടർന്ന് തഹസിൽദാരെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വാഹനം പരിശോധിച്ചു. വാഹനത്തിനുള്ളിൽ പരിശോധിച്ചപ്പോൾ ഇതിന്റെ എയർ ബാഗിന്റെ ഭാഗത്തായിട്ട് എന്തോ പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഈ എയർ ബാഗ് ഇരിക്കുന്ന ആ ഭാഗം പൊളിച്ച് നോക്കുന്നത്. നോക്കിയപ്പോൾ അതിനകത്ത് എയർ ബാഗ് ഇല്ല. പകരം ആ എയർ ബാഗ് നീക്കം ചെയ്ത ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ MDMA ഇവർ കടത്തുകയായിരുന്നു എന്ന് MDMA കിട്ടുകയായിരുന്നു. ഈ MDMAയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്നാലും 2 പേരാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.